മാന്നാറിലെ കലയുടെ കൊലയിൽ പ്രതികളെ 6 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട് കോടതി. കൊലപാതകം സംശയത്തിന്റെ പേരിലെന്ന് എഫ്ഐആർ. ഭർത്താവ് അനിൽ 1-ാം പ്രതി. പ്രതിപക്ഷത്തിനെതിരെ പ്രധാനമന്ത്രി. NDAയുടെ വിജയത്തെ താഴ്ത്തിക്കാണിക്കാൻ ശ്രമമെന്ന് മോദി രാജ്യസഭയിൽ. जब 75 वर्ष में प्रवेश कर रहे हैं तो हमने इसे एक जन उत्सव के रूप में राष्ट्रव्यापी उत्सव मनाने का तय किया। മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ നിരന്തര ശ്രമം നടക്കുന്നുവെന്നും മോദി. മിണ്ടാൻ അനുവദിക്കുന്നില്ല എന്നാരോപിച്ച് മുദ്രാവാക്യം വിളികളുമായി പ്രതിപക്ഷം. ഉത്തർപ്രദേശിലെ ഹാദ്രസിലെ ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച UP സർക്കാർ. ദുരന്തത്തിൽ 120-ലേറെ പേർ മരിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ. അനുശോചനം അറിയിച്ച റഷ്യൻ പ്രസിഡന്റ്. സ്വയം പ്രഖ്യാപിത ആൾദൈവം ബോലെ ബാബയ്ക്കായി തിരച്ചിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്ന് സീതാറാം യെച്ചൂരി. പാർട്ടിയിലും ഭരണത്തിലും തിരുത്തലുകൾ ഉണ്ടാവും. ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടായി. BJPക്ക് വോട്ട് കിട്ടിയത് ആശങ്കാജനകമെന്നും CPM ജനറൽ സെക്രട്ടറി. തിരുവനന്തപുരം കാര്യവട്ടം യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ്. പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച MLA-മാരെയും 20ഓളം KSU പ്രവർത്തകരെയും പ്രതി ചേർത്തു. SFI പ്രവർത്തകർക്കെതിരെയും കേസ്. KSU സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. തകർന്നടിഞ്ഞ് കൊച്ചി കരുവേലിപ്പടി റോഡ്. ആശുപത്രിയിലേക്ക് ദുരിതയാത്ര. ജനകീയ പ്രശ്നം ഏറ്റെടുത്ത് കേരള വിഷൻ ന്യൂസ് വാർത്താ പരമ്പര നാവാ കുഴിയടയ്ക്കാം. കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ബ്രസീൽ ക്വാർട്ടറിൽ. നിർണായക മത്സരത്തിൽ കൊളംബിയയോട് സമനില. ഞായറാഴ്ച ക്വാർട്ടർ പോരാട്ടത്തിൽ ബ്രസീൽ ഉറുഗ്വയെ നേരിടും.